അപേക്ഷിക്കുന്നവരെ ഉപേക്ഷിക്കാത്ത വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ. നിങ്ങൾ മനസ്സൊന്ന് അറിഞ്ഞ് പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് നല്ലൊരു ഫലം കിട്ടും എന്ന കാര്യത്തിൽ നിങ്ങൾ സംശയിക്കേണ്ടതില്ല. ഫ്രാൻസിസ് സേവ്യറിൽ നിന്നും ഏറ്റവും അനുഗ്രഹം ലഭിക്കുന്ന നൊവേന പ്രാർത്ഥന ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്കൊന്ന് പങ്കുവെക്കാം. ദൈവസ്നേഹം നിറഞ്ഞവരെ, ഈ പ്രാർത്ഥന പഠിക്കും മുമ്പ് ദൈവനാമത്തിൽ നിങ്ങളോടൊരു കാര്യം അപേക്ഷിക്കുന്നു. നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. യേശുവിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടിയിട്ട് ചാനലിലെ ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്താൽ പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറെക്കുറിച്ച് കൂടുതൽ പേർ അറിയുന്നതിന് വേണ്ടിയിട്ട് മറ്റുള്ളവർക്ക് കൂടി ഈ ചാനലിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് പ്രാർത്ഥിക്കുക. നമുക്ക് വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട നൊവേന പ്രാർത്ഥന ഒന്ന് നോക്കാം. കൂടുതൽ സ്നേഹനിധിയായ വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറെ, അങ്ങയോടുള്ള ഐക്യത്തിൽ ഞാൻ ദൈവിക മഹത്വത്തെ ഭക്തിപൂർവം ആരാധിക്കുന്നു. ദൈവം അങ്ങേക്ക് നൽകിയ അത്ഭുതകരമായ ദാനങ്ങളിൽ ഞാൻ ഏറെ സന്തോഷിക്കുന്നു. ഭൂമിയിൽ നിങ്ങളുടെ ജീവിതകാലത്ത് അവിടുന്ന് നിങ്ങൾക്ക് നൽകിയ പ്രത്യേക കൃപകൾക്കും മരണശേഷം നിങ്ങൾക്ക് ലഭിച്ച മഹത്തായ മഹത്വത്തിനും ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. അങ്ങയുടെ ശക്തമായ മധ്യസ്ഥതയിലൂടെ എല്ലാ അനുഗ്രഹങ്ങളിലും വെച്ച് ഏറ്റവും വലിയ അനുഗ്രഹമായ കൃപയുടെ അവസ്ഥയിൽ ജീവിക്കുകയും മരിക്കുകയും ചെയ്യുക എനിക്ക് ലഭിക്കണമെന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. ഈ നൊവേനയിൽ ഞാൻ ചോദിക്കുന്ന പ്രത്യേക അനുഗ്രഹം എനിക്ക് ഉറപ്പാക്കണമെന്നും ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പ്രാർത്ഥനാ സഹായം വിശുദ്ധനോട് മനസ്സറിഞ്ഞൊന്ന് ഒരു നിമിഷം പ്രാർത്ഥിക്കുക. അങ്ങയുടെ അത്ഭുത പ്രവൃത്തികളും കൃപകളും ഞാൻ ഓർക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുന്നു. അങ്ങയുടെ മധ്യസ്ഥം വഴി ഞാൻ ആഗ്രഹിച്ചു പ്രാർത്ഥിച്ച കാര്യം എനിക്ക് ലഭിച്ച് തരണമെന്ന് അങ്ങയോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതുവഴി ദൈവത്തിന് നന്ദി പറയുന്നു. ഈ നൊവേനയിൽ ഞാൻ ചോദിച്ച പ്രത്യേക അനുഗ്രഹം എനിക്ക് ലഭിക്കാൻ ഞാൻ അപേക്ഷിക്കുന്നു. ദൈവഹിതമനുസരിച്ച് എനിക്ക് ഏറ്റവും ഉചിതമായിട്ടുള്ള ഒരു കാര്യം തന്നെ ഇതിലൂടെ നടന്നു കിട്ടുമെന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു. വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഈ പ്രാർത്ഥനയിൽ സെൻറ്റ് ഫ്രാൻസിസ് സേവ്യറിൻ്റെ മധ്യസ്ഥം വഴി ഒരു പ്രത്യേക അനുഗ്രഹം ലഭിക്കാനും അതുപോലെ തന്നെ ദൈവത്തോട് ചേർന്ന് ജീവിക്കാനും എനിക്ക് അവസരം നൽകണമേ. ആമീൻ. ഇതോടൊപ്പം തന്നെ ഫ്രാൻസിസ് സേവ്യറുടെ കൃപയുടെ നൊവേന കൂടി നമുക്കൊന്ന് നോക്കാം. കർത്താവേ, എന്നെ അങ്ങയുടെ സമാധാനത്തിൻ്റെ ഒരു ഉപകരണമാക്കണമേ. വിദ്വേഷമുള്ളിടത്ത് ക്ഷമയും, സന്ദേഹം ഉള്ളിടത്ത് വിശ്വാസവും, നിരാശ ഉള്ളിടത്ത് പ്രത്യാശയും, അന്ധകാരമുള്ളിടത്ത് പ്രകാശവും, സന്താപം ഉള്ളിടത്ത് സന്തോഷവും ഞാൻ വിതയ്ക്കട്ടെ. ഓ ദിവ്യനാഥ, ആശ്വസിക്കപ്പെടുന്നതിനേക്കാൾ ആശ്വസിപ്പിക്കുന്നതിനും മനസ്സിലാക്കപ്പെടുന്നതിനേക്കാൾ മനസ്സിലാക്കുവാനും സ്നേഹിക്കപ്പെടുന്നതിനേക്കാൾ സ്നേഹിക്കുവാനും എനിക്ക് ഇടയാക്കണമേ. എന്തെന്നാൽ കൊടുക്കുമ്പോഴാണ് ഞങ്ങൾക്ക് ലഭിക്കുന്നത്, ക്ഷമിക്കുമ്പോഴാണ് ഞങ്ങൾ ക്ഷമിക്കപ്പെടുന്നത്, മരിക്കുമ്പോഴാണ് ഞങ്ങൾ നിത്യജീവിതത്തിലേക്ക് നയിക്കപ്പെടുന്നത്. ആമീൻ. കർത്താവേ, എന്നെ അങ്ങയുടെ സമാധാനത്തിൻ്റെ ഒരു ഉപകരണമാക്കണമേ. ആമീൻ. ദൈവ സ്നേഹം നിറഞ്ഞവരെ, വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിൻ്റെ ഏറ്റവും വേഗത്തിൽ
അനുഗ്രഹം ലഭിക്കാനുള്ള 2 പ്രാർത്ഥനകളാണ് ഇന്ന് നിങ്ങൾക്കായിട്ട് ഈ വീഡിയോയിലൂടെ പങ്കുവച്ചത്. നിങ്ങളുടെ ആഗ്രഹ സാഫല്യങ്ങളും രോഗമുക്തിയും അതുപോലെ തന്നെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും എല്ലാം അതിജീവിക്കാൻ ഈ പ്രാർത്ഥന നിങ്ങൾക്ക് ഏറെ സഹായകരമാകട്ടെ എന്ന് ഞാൻ കർത്താവിനോട് ഒന്നുകൂടി അപേക്ഷിക്കുകയാണ്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ പ്രാർത്ഥനാ സഹായങ്ങൾ ഈ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തിയാൽ ഇനിയുള്ള ദിവസങ്ങളിലും എൻ്റെ പ്രാർത്ഥനകളിൽ കൂടി നിങ്ങളെ ഉൾപ്പെടുത്തുന്നതായിരിക്കും. ഇനി പുതിയൊരു വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും നന്ദി.